2 കൊരിന്ത്യർ 6:2 അവിടുന്ന് അരുൾ ചെയ്തു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം. ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. അപ്പൊ അനുതപിക്കാൻ ഒരു കാലമുണ്ട്. ഈ അനുഗ്രഹത്തിന്റെ കാലം എന്ന് പറയുന്നത് തന്നെ അനുതാപത്തിന്റെയും കാലമാണ്. അനുഗ്രഹത്തിന്റെ കാലത്ത് അനുതപിച്ച് മാറിയില്ലെങ്കിൽ പിന്നെ 12:7 വർക്കൗട്ട് ചെയ്യും. 12:7 ഹെബ്രായർ 12:7 എന്താണ്? അവൻ അനുതപിച്ചു പക്ഷെ സ്വീകരിച്ചില്ലെന്ന്. കാര്യം അനുതപിക്കണം, ദൈവം നൽകിയ ഒരു സമയമുണ്ട് അനുതപിക്കാൻ. അത് നോൻപാകാം, അനുഗ്രഹത്തിൻ്റെ കാലമാകാം. ഈ പ്രിസ്ക്രൈബ്ഡ് ടൈമിൽ ഈ നിർദ്ദിഷ്ട സമയത്ത് അനുതപിച്ചില്ലെങ്കിൽ പിന്നത്തെ അനുതാപം സ്വീകാര്യമല്ല, അസ്വീകാര്യമാണ്. ഇങ്ങനെ കുറേ ആൾക്കാർക്ക് അക്കിടി പറ്റിയിട്ടുണ്ട്. സമയം തെറ്റി അനുതപിക്കും. ഈ സമയം തെറ്റി മാവ് പൂത്താനുള്ള അവസ്ഥ എന്താണ്? പുഴുകേറി നശിച്ചു പോകും. എല്ലാത്തിനും സമയമില്ലേ ദൈവം വെച്ചിരിക്കണത്? സമയം ഒന്ന് മാവ് പൂക്കണം എന്ന് നോക്കിയേ, ഒന്ന് സമയം തെറ്റി പൂത്ത് നോക്കിയേ, ഒരു സാധനം നമുക്ക് കിട്ടത്തില്ല. സമയത്തിന് മുമ്പേ പൂത്താലും പ്രശ്നമാണ്. മഞ്ഞ് കയറി എല്ലാം അടന്ന്, കുണ്ണികളെല്ലാം അടന്നു പോകും. അനുതാപത്തിനൊരു ടൈമുണ്ട്. അതാണ് സഭാപ്രസംഗം പറയണത്. എല്ലാത്തിനും ഒരു സമയമുണ്ട്. അനുദപിക്കാനൊരു സമയമുണ്ട്. അതാണ്, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആകാശത്തിൻ കീഴുള്ള സമസ്ത കാര്യത്തിനും ഒരവസരമുണ്ട്. ജനിക്കാൻ ഒരു കാലം, മരിക്കാൻ ഒരു കാലം, നടാൻ ഒരു കാലം, നട്ടത് പറിക്കാൻ ഒരു കാലം. ഈ അനുതാപത്തിൻ്റെ ഒരു കാലമുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായിരിക്കേണ്ടത്, ഈ എന്തെങ്കിലുമൊക്കെ ഒരു അനുഗ്രഹം കിട്ടുന്ന കാലമില്ലേ? ഇപ്പോൾ കുഞ്ഞുങ്ങൾ പരീക്ഷ ജയിച്ചു, ഓക്കെ, അവിടെ കല്യാണം നടന്നു, നിങ്ങൾ ഉന്തിത്തള്ളി കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കുമ്പസാരിപ്പിക്കും. പക്ഷെ ആ മഹനീയ കൃത്യം നടന്ന കുടുംബത്തിൽ അപ്പനും അമ്മയും കുമ്പസാരിക്കത്തില്ല. മനസ്സിലായി? അനുതാപത്തിൻ്റെ കാലമാണ്. ആ കുടുംബത്തിൽ കിട്ടിയ അനുഗ്രഹമാണ്. ഒരു കുഞ്ഞ് ജനിച്ചു. ആ ജനിച്ചപ്പോൾ കുഞ്ഞ് എത്രയോ പേർക്ക് കുഞ്ഞുങ്ങളില്ലാതെ വേദനിച്ച് വിഷമിച്ച് നടക്കണേ. അപ്പോൾ നമ്മുടെ ദൈവം ഒരു കുഞ്ഞിനെ തരുമ്പോൾ അതിനൊരു അനുഗ്രഹത്തിൻ്റെ എല്ലാ കാലവും അനുദപിക്കാനുള്ള കാലമാണ്.